അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി ദിവസ വരുമാനം 60 രൂപയാണ്. 12 പേർ 400 രൂപ ദിവസ വരുമാനമുള്ളവരാണ്. ബാക്കിയുള്ളവരുടെ ശരാശരി ദിവസ വരുമാനം 56 രൂപയായാൽ ആകെ ജീവനക്കാർ എത്ര? അപ്പൊ നമുക്കറിയാം, ഒരു ഓഫീസുണ്ട്, ഓഫീസിൽ കുറച്ച് ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ ആവറേജ് ദിവസ വരുമാനം എത്രയാണ്? 60 രൂപയാണ്. പിന്നെ അതിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് 12 പേർ. ആ 12 പേരുടെ ദിവസ വരുമാനം നമുക്കറിയാം എത്രയാണ്, 400 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അവരുടെ ശരാശരി ദിവസ വരുമാനം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 56 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ സ്ഥാപനത്തിൽ ആകെ എത്ര ജീവനക്കാരുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്കറിയാവുന്നത് വെച്ചിട്ട് 12 പേരുണ്ട്, അവർക്ക് ദിവസ വരുമാനം എത്രയാണ്? 400 രൂപയാണ്. അതൊരു സെക്ഷൻ. പിന്നെ പറഞ്ഞിട്ടുള്ളത് എക്സ് ആളുകളുണ്ട്, അവരുടെ ആവറേജ് എത്രയാണ്? ആവറേജ് ദിവസ വരുമാനം 56 രൂപയാണ്. ഓക്കെ, അപ്പോ 12 രണ്ട് പാർട്ടായി, 12-മായി എക്സുമായി. ഇനി അത് എന്തിനു തുല്യമായിരിക്കും? ആകെ എണ്ണം ഇൻറ്റു ആകെ ആവറേജ് അല്ലേ? ഉള്ളിലുള്ള ഇവരുടെ എണ്ണം ഇൻറ്റു ആവറേജ്, ഇത് എണ്ണം ഇൻറ്റു ആവറേജ് ചെയ്താൽ കിട്ടുന്ന എന്തിന് തുല്യമായിരിക്കണം? ആകെ എണ്ണം ഇൻറ്റു ആകെ ആവറേജിന് തുല്യമായിരിക്കണം. അപ്പൊ ആകെ എണ്ണം എത്രയാണ്? നമുക്കറിയാവുന്ന 12 പേരും അറിയാത്ത എക്സ് ആളുകളും, അതാണ് ആകെ എണ്ണം. അപ്പൊ ഇൻറ്റു ആകെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് തന്നിട്ടുണ്ട്. ആകെ ആവറേജ് എത്രയാണ്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ആകെ ജീവനക്കാരുടെ എണ്ണത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 12 ഇൻറ്റു 400 ഇവിടെ ഉണ്ട്, പ്ലസ് 56 എക്സ് അവിടെ ഉണ്ട്, ഈക്വൽ ടു, ഇനി 12-നെ 60 കൊണ്ട് ഗുണിക്കാം, എക്സിനെ 60 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 12 ഇൻറ്റു 60-നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 12 ഇൻറ്റു 60 പ്ലസ് 60 എക്സ്. ഓക്കെ, ഇനി എക്സിനെ രണ്ടിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ 56 എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 60 എക്സിൽ നിന്ന് 56 എക്സ് കുറയ്ക്കണം. 60 എക്സിൽ നിന്ന് 56 എക്സ് പോയാൽ 4 എക്സ്, അപ്പുറത്ത് 4 എക്സ് ആയി. ഇനി ഇപ്പുറത്ത് എന്തുണ്ട്? 12 400 ഉണ്ട്. ഇനി 12 ഇൻറ്റു 60-നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ 4 എക്സ് ഒരു സൈഡിൽ വെച്ചു. ഇപ്പുറത്ത് 12 ഇൻറ്റു 400 മൈനസ് 12 ഇൻറ്റു 60. അത് ഞാൻ ഗുണിക്കാതെ ഇരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് 12-നെ പുറത്തേക്ക് എടുക്കാം. 12-നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 400 മൈനസ് 60 ഈക്വൽ ടു 12 ഇൻറ്റു 340. 400-ൽ നിന്ന് 60 പോയാൽ 340. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 4x ആണ്. ഈ 4-ഉം ഈ 12-ൽ 3 4 ഉണ്ട്, അപ്പൊ അതും തമ്മിൽ വെട്ടാം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് മാത്രമായി. ഇപ്പുറത്ത് 3 ഇൻറ്റു 340 ചെയ്ത് കഴിഞ്ഞാൽ 900-ഉം 120-ഉം 1020 എക്സിന്റെ വാല്യൂ. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? എക്സ് ആണോ ആകെ ജീവനക്കാർ എന്നാണ് ചോദിച്ചത്. ആകെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് 12 ആണ് നമുക്കറിയാവുന്നത്, അറിയാത്തത് എക്സ് ആയിരുന്നു. ആ എക്സ് ഇപ്പൊ കിട്ടി. ആ എക്സിനോട് എത്ര കൂട്ടുക? നമുക്കറിയാവുന്ന 12 കൂട്ടിയാൽ 1032 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ജീവനക്കാരുടെ എണ്ണം.